ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തെക്കാട്ടിയും കൂടുതലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കും. ഹണി റോസിൻ്റെ വസ്ത്രധാരണം മോശമായിട്ടുള്ള വസ്ത്രധാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോശത്തെയോ ശരിയെയോ വിലയിരുത്തുക എന്നുള്ളതല്ല. കുറച്ച് പേർക്കെങ്കിലും അയ്യേ എന്താ ഇത്, എന്തൊരു വൃത്തികേടാണിത് എന്ന് തോന്നിപ്പിക്കത്തക്ക വസ്ത്രധാരണം തന്നെയാണെന്ന് ഞാൻ പറയും. എന്നും കരുതിയിട്ട് ആ പെൺകുട്ടിയെ കയറി പിടിക്കാനോ ആ പെൺകുട്ടിയുടെ മോശം സംസാരിക്കാനോ. നമസ്കാരം. ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹണി റോസ് വേഴ്സസ് രാഹുൽ ഈശ്വർ എന്നുള്ള കണ്ടീഷനിലാണ്. രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിന് വാദിക്കാൻ എനിക്ക് കപിൽ സിബലിനെയോ അല്ലെങ്കിൽ മറ്റ് പ്രഗത്ഭരായിട്ടുള്ള വക്കീലിനെയോ എനിക്ക് വെക്കാൻ കഴിയില്ല. ഞാൻ തന്നെ എൻ്റെ കേസ് സ്വയം വാദിച്ചോളാം എന്നും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് രാഹുൽ ഈശ്വർ എത്തി നിൽക്കുന്നതും ഓരോ ചാനലുകളിൽ ചെന്നിരുന്നിട്ട് ചർച്ച നടത്തുന്നതും. ഓക്കെ, എനിക്ക് ഒരു കാരണവശാലും രാഹുലിൻ്റെ സംസാരത്തോട് യോജിക്കാൻ കഴിയുന്നില്ല. ശരിയാണ്, ഡ്രസ്സിങ്ങിൽ മാന്യത വേണം. പക്ഷേ ആരാണ് ഈ മാന്യത തീരുമാനിക്കുക, എവിടെയാണ് ഈ മാന്യതയുടെ ലൈൻ എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമെങ്കിൽ ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്. ഈ വീഡിയോ ഞാൻ ഒന്ന് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഒരു കേസ് വന്ന സമയത്തല്ല, രാഹുലിൻ്റെ സംസാരങ്ങളൊക്കെ വന്ന സമയത്ത് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളൊരു സംഭവമാണ്, എപ്പോഴാണ് രാഹുൽ ഈശ്വർ വേഴ്സസ് അഖിൽ മാരാർ. അഖിലിൻ്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് വളരെ സ്പഷ്ടമായിട്ട് കാര്യങ്ങൾ പറയും. അതിപ്പോൾ ഇനി യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലാണ്. രാഷ്ട്രീയപരമായിട്ടൊക്കെ അയാളോട് എല്ലാവർക്കും ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരിക്കാം. എനിക്ക് ഒരു പച്ചയ്ക്ക് കണ്ടുകൂടാത്തൊരു മനുഷ്യനായിരുന്നു. ആദ്യത്തെ 10 ദിവസം ഞാൻ ഈ മനുഷ്യനെ അഗെയിൻസ്റ്റ് ആയിട്ട് ബിഗ് ബോസിൽ സംസാരിച്ചതുമാണ്. പക്ഷേ ഒരു ഫസ്റ്റ് 10 days കൊണ്ട് തന്നെ നമുക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായി മാറി അഖിൽ മാരാറുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ചില കേസിൽ അയാളോട് എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. എസ്പെഷ്യലി ബിഗ് ബോസിന് ഇറങ്ങിയതിന് ശേഷം അത് ഞാൻ 4-5 വീഡിയോ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ച് കയറിയ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു വിഷയത്തിൽ അഖിലിൻ്റെ ചെറിയൊരു പ്രതികരണ ഭാഗം ഉണ്ടായിരുന്നു അന്ന് ക്രൗൺ പ്ലാസയിൽ വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മുന്നേ അഖിലിൻ്റെ ഫേസ്ബുക്ക് പേജിലിട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. സാധാരണക്കാരനായിട്ട് വ്യക്തി, ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾ സാധാരണക്കാരനായ ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചിലപ്പോൾ ഈ കാര്യങ്ങൾക്ക് ഇത്രയധികം റീച്ച് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്യില്ല. പക്ഷേ അഖിലിനെ പോലുള്ള ആൾക്കാർ സംസാരിക്കുന്ന സമയത്ത് ദ വേ ഹി സ്പീക്സ്, ആ പുള്ളിയുടെ ആ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങളും ആ മലയാളം ഭാഷ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കഴിവെല്ലാം കൂടി വെച്ചിട്ട് പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ 1-1-2 എന്ന് ഞാൻ പറയുന്നതും 1-1-2 എന്ന് അഖിൽ പറയുന്നതും ഡിഫറൻസ് എവിടെ വെച്ചാൽ പുള്ളിക്ക് അതിനുള്ള സംസാരിക്കാനുള്ള ഒരു ചെറിയൊരു അപ്പർ ഹാൻഡ് ഉണ്ട്, ഒരു കഴിവുണ്ട് ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അങ്ങനത്തെ ആൾക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമുക്കതിൽ ചില ശരികളുണ്ടായിരിക്കാം. ഇതിന് റിയാക്ട് ചെയ്യാനൊന്നുമില്ല. ഈ ഒരു വിഷയത്തിൽ റിയാക്ഷൻ അല്ല. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഒന്ന് ചെറിയൊരു എതിരഭിപ്രായമുള്ളത് ദിലീപിൻ്റെ കേസ് അഖിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പറയാനുണ്ട്. കാരണം കമൻറ്റ് ബോക്സിൽ എന്തിനാ അയാളുടെ രാഷ്ട്രീയ കാര്യങ്ങൾ, അയാൾ പറഞ്ഞിട്ടുള്ള നിലപാടുകൾ, അയാൾ ആർക്കൊക്കെ എതിരെ സംസാരിച്ചിട്ടുണ്ടോ അവരുടെ ഫാൻസ് വന്നിട്ട് അവിടെ മെഴുകുന്ന രീതിയിൽ കാര്യങ്ങൾ തോന്നി. അല്ലാതെ ഇയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, എസ്പെഷ്യലി അയാൾ പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രസ്സിൻ്റെ ഈ എന്താണ് ഈ ഡ്രസ്സ്, ഈ മാന്യമായ വേഷത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു റെഫറൻസ് അല്ലേ, എന്താ പറയുക, അതെന്താണ് എന്നുള്ളത് രാഹുൽ ഈശ്വർ ദയവ് ചെയ്ത് പറഞ്ഞു തരിക എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ, ഇനി അഖിലിൻ്റെ വീഡിയോ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും കാണാത്തവർക്കായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു ചെറിയ തീപ്പൊരിയായി വീഴുകയും പിന്നീട് കാട്ടുതീയായി മാറുകയും ചെയ്ത ഒരു പ്രശ്നമാണ് നമ്മുടെ ഹണി റോസും ബോച്ചയും തമ്മിലുള്ള വിഷയം. ഈ വിഷയത്തിലെന്നല്ല, ഏത് വിഷയത്തിലും എനിക്ക് ഒരൊറ്റ അഭിപ്രായമാണ് ഉള്ളത്. ആ അഭിപ്രായം ശരിയുടെ പക്ഷത്തായിരിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ ആണാണെന്നോ പെണ്ണാണെന്നോ ട്രാൻസ് ആണെന്നുള്ളതോ, അല്ലെങ്കിൽ അയാൾ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളതാണെന്നോ, അല്ലെങ്കിൽ അയാൾ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണെന്നുള്ളതോ ഞാൻ ഒരു കാലത്തും ഞാൻ നോക്കിയിട്ടില്ല, നാളെ തൊട്ട് നോക്കാൻ പോകുന്നതുമില്ല. എന്നെ സംബന്ധിച്ച് ഒരു വിഷയത്തിൻ്റെ ശരിതെറ്റുകൾ മനസ്സിലാക്കി അതിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഹണി റോസും ബോബി ചെമ്മണ്ണൂരും തമ്മിലുള്ള ഒരു പ്രശ്നം എൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ആണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്, ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരമാണോ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഓൺലൈൻ ഇൻ്റർവ്യൂകളിലായിക്കോട്ടെ, ഉദ്ഘാടന വേദികളിൽ അദ്ദേഹം നടത്തിയതായിക്കോട്ടെ, ആവർത്തിച്ച് സ്ത്രീകൾക്കെതിരെ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ പ്രയോഗങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായേക്കുന്നു. ഇതാണ് എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം. ഒരാൾക്കും വേദന ഉണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും പോലെ അത് ആസ്വാദ്യകരമാണ് എന്ന് ഞാൻ പറയും. ബോബി ചെമ്മണ്ണൂർ നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചോ നിങ്ങളുടെ പെങ്ങളെക്കുറിച്ചോ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുന്നത് വരെയും നിങ്ങൾക്ക് ആർക്കും തന്നെ അതിനകത്തൊരു പക്ഷേ പരാതി ഉണ്ടാവില്ല. അത് നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൈയടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ഇതാണ്. ബോബി ചെമ്മണ്ണൂർ ഒരു പെൺകുട്ടി, നിരവധി പെൺകുട്ടികൾക്കെതിരെ പറഞ്ഞിട്ടുണ്ട്.
ഈ പെൺകുട്ടികൾ ഡ്രസ്സ് എന്നുള്ള സംഗതി മാത്രമല്ല, ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചായക്കടയിലെ പഴംപൊരി, ചേച്ചിയുടെ ചായ കടി, ആ ട്രോഫി വിഷയം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇയാൾ ഏതൊക്കെ പോട്ടെ, പഴയ ജാക്കി കേസ്, എന്തിനാ ബോബി ചെമ്മണ്ണൂർ മുണ്ടെടുക്കുന്നത്, ആ ചോദ്യം ചോദിക്കുന്നതിന് തന്നെ അറിയാം എന്ത് രീതിയിലാണ് മറുപടി വരുന്നത്. അപ്പം മറുപടി ഇത്രയേ ഉള്ളൂ, ജാക്കി വയ്ക്കാൻ സുഖമാണല്ലോ. ഇതുപോലുള്ള സംസാരം മാത്രം. അപ്പുറത്ത് ഇതിൻ്റെ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്നും ആരും മനസ്സിലാക്കുന്നില്ല. ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ലാട്ടോ നമ്മളിവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഹണി റോസ് എന്ന് പറഞ്ഞിട്ടുള്ള പരാതി കൊടുത്തിട്ടുള്ള ഒരു അസ്വസ്ഥയായിട്ടുള്ള ഒരു ലേഡി എന്നുള്ള കണ്ടീഷനില്ല. രണ്ടും ഒരു വിഭാഗമാണ്. ഒന്നൊരു വിഭാഗത്തിൻ്റെ വോയിസാണ്, അതാണ് ഹണി റോസ്. അതായത് അറ്റ്ലീസ്റ്റ് അവരെങ്കിലും ഇതിനെതിരെ ഇപ്പോഴെങ്കിലും ഇതിനെ തുറന്നു പറയാനുള്ള ഒരു ആർജവം അവർ കാണിച്ചല്ലോ. അതിൽ ഒരു പെൺകുട്ടിക്ക് വേദന ഉണ്ടായി. ആ വേദന ഉണ്ടായ പെൺകുട്ടി ആദ്യം ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട്, ഇപ്പോൾ സുചിത്ര ബിഗ് ബോസിലുണ്ടായിരുന്ന സുചിത്ര പറയുന്നത് കേട്ടു, ഇത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അപ്പോൾ പറയേണ്ടതല്ലേ എന്ന്. ഏത് കാലത്ത് നിന്നുകൊണ്ടാണ് പറയേണ്ടതെന്ന് ആലോചിക്കണം. 10, 12, 15 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഈ ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നടിമാർ രംഗത്ത് വന്നപ്പോൾ അതിനെതിരെ കേസെടുത്ത ഒരു നാടാണിത്. കാലങ്ങൾക്കിപ്പുറം ഒരു പെൺകുട്ടിക്ക് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായി എന്ന് പറയുമ്പോൾ കേസെടുക്കപ്പെട്ട ഒരു നാടാണിത്. അല്ലെങ്കിൽ നിയമം അതിൻ്റെ വഴിക്കാണ്. അതിൻ്റെ ശരിതെറ്റുകളെ നമുക്ക് പിന്നീട് വിലയിരുത്താം. ഇനി സുചിത്രയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്യാൻ വിട്ടുപോയി. കാരണം അറിയോ, സുചിത്ര നല്ലൊരു വ്യക്തിയോട് പറയില്ല. അതുപോലുള്ള ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ, കുറച്ച് ദിവസം മുന്നേ ഒരു ചർച്ച ഉണ്ടായിരുന്നു, ഞാനതിൽ വീഡിയോ ചെയ്തിരുന്നു ഞാനതിനെക്കുറിച്ച്. അതായത് ഇതുപോലെ ഉദ്ഘാടനങ്ങളെ കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉദ്ഘാടനം കൊണ്ട് ജീവിക്കാന്നല്ല, ഉദ്ഘാടനങ്ങൾ ഒരു തൊഴിലാക്കി എടുത്തിട്ട് അതാണ് നമ്മുടെ മെയിൻ പരിപാടി എന്നുള്ള കണ്ടീഷനിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെ സംബന്ധിച്ച് ബോബി ചെമ്മണ്ണൂർ പോലത്തെ വ്യവസായിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നാളെ അവർക്ക് ഈ പറഞ്ഞ അവരുടെ ഈ തൊഴിലിൽ അവർക്ക് സർവൈവൽ ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സുചിത്ര ആണെന്നുണ്ടെങ്കിലും അതുപോലുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഇവരെക്കുറിച്ച് സംസാരിക്കില്ല. കാരണം വെച്ചാൽ സംസാരിച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ അവർക്ക് ഈ തൊഴിലുണ്ടാവില്ല. കാരണം അവരാരും ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കില്ല എന്നുള്ള, ഞാൻ 2 ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോൻ്റെ ഇടയിൽ ഏതോ ഒരുത്തം പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉദ്ഘാടന വേദിയിൽ വെച്ച് ഹണി റോസ് ഒരുപക്ഷെ ഇത് ആസ്വദിച്ചിട്ടുണ്ടാകാം എന്ന് കരുതി അവർ പിന്നീട്, അതായത് അയാൾ നിരവധി തവണ നിരന്തരം ആവർത്തിച്ച് സംസാരിക്കുകയാണ്. അത് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മാത്രമല്ല, മറ്റർത്ഥങ്ങൾ വെച്ച് സംസാരിക്കുകയാണ്. തമാശ, ദ്വയാർത്ഥം കറഞ്ഞ തമാശകൾ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം ഹണി റോസ് എൻ്റെ കൂടെ വന്ന് കിടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടോ ഇങ്ങനുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബോധപൂർവം സൃഷ്ടിക്കുന്നത് ഉറപ്പായും അവരെ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ ഈ വിഷയം മനസ്സിലാക്കിയെടുത്തോളം എന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരമാണ് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കാളും മോശം എന്ന് മനസ്സിലാക്കിയ ഞാൻ ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തെ തള്ളിപ്പറയുകയും ഹണി റോസിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. പെർഫെക്റ്റ് റിപ്ലൈ ആണത്, പെർഫെക്റ്റ് റിപ്ലൈ. എൻ്റെ ഒരു പ്രകാരം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പല ആൾക്കാർക്കും തോന്നിയിട്ടുണ്ടാവും ഈ എന്താ അങ്ങനെ വേഷം ഇടണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത് ഓരോരുത്തരുടെ അവരവരുടെ ചിന്താഗതിയാണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഇതുപോലുള്ള അശ്ലീല കമൻറ്റുകൾ പറയാനുള്ള ലൈസൻസ് ആക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ കുടുംബത്തിലേക്കൊരു സംഗതി വരുന്നത് വരെ അത് എല്ലാവർക്കും ഒരു തമാശയാണ്. എൻ്റെ വീട്ടിലെ അമ്മേനെയോ പെങ്ങളെയോ മകളെയോ പറയുന്നത് വരെ എനിക്കും അതൊരു തമാശയാണ്. എനിക്കൊരിക്കലും തമാശയല്ല, പക്ഷേ എന്നെപ്പോലുള്ള വ്യക്തികൾക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരു തമാശയാണത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു പ്രശ്നം വരുന്നവർ ആ പ്രശ്നം ന്യൂസ് മാത്രമാണ്, ഒരു ന്യൂസാണ്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കോമഡി മാത്രമാണ്. പക്ഷെ നമ്മുടെ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുക. അപ്പോൾ ഈ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഇതന്നെ പറയുമോ? രാഹുൽ ഈശ്വറിൻ്റെ വൈഫിൻ്റെ കേസിൽ, വൈഫിൻ്റെ കാര്യത്തിൽ, വൈഫുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മലയാളി ഹൗസിൻ്റെ ആ സമയത്തൊക്കെ ആ വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് അറിയാം. ഈ ചങ്ങാതിര ഭാര്യയോട് ബോബി ചെമ്മണ്ണൂർ ഇതുപോലത്തെ 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല ഇത്ര അധികം പരിപാടികൾ. ഇനി ഡ്രസ്സിൻ്റെ കേസ് വിടുകയും ചെയ്യൂ, ചായക്കടയുടെ കാര്യം എടുക്കൂ, അങ്ങനത്തെ ഓരോ കേസ് എടുക്കൂ. ഇതുപോലത്തെ ഡബിൾ മീനിങ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ നമ്പർ 1, 2, 3, 4 എന്നുള്ള രീതിയിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് രാഹുൽ ഈശ്വർ സംസാരിക്കുമോ? അങ്ങനെ അയാൾ സംസാരിക്കുമെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ഇനി 2, ഹണി റോസിൻ്റെ വസ്ത്രധാരണമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ട ഒരു സ്പേസ് ഇതായിരുന്നില്ല. അതായത് കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാം. നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവും, എൻ്റെ നാട്ടിലും അത്തരക്കാരുണ്ട്. അതായത് പണം വാങ്ങി ശരീരം വിറ്റ് ജീവിക്കുന്ന, മലയാള ഭാഷയിൽ വേശ്യ സ്ത്രീകളെന്ന് വിളിക്കുന്ന സ്ത്രീകൾ നമ്മുടെയൊക്കെ നാട്ടിലും ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം.
അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടായേക്കാം. ഇങ്ങനൊരു പെൺകുട്ടിയെ ഒരുവൻ ഒരു രാത്രിയിൽ ക്രൂരമായി ബലാത്സംഗം ചെയ്താൽ ഈ ബലാത്സംഗം ചെയ്തവനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇങ്ങനെ പറയുമോ, അവൾ ഇന്നലെ വരെയും കാശ് കൊടുത്ത് പലരുടെയും കൂടെ കടന്നു കൊടുത്തിട്ടുള്ളവരാ, അതിനിപ്പോൾ അന്ന് കരുതിയിട്ട് അവളെ ഒരുത്തിന് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? ഒരു സ്ത്രീ എത്ര പേർക്കൊപ്പം കിടന്നെന്ന് പറഞ്ഞാലും അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരുവൻ അവളുടെ ശരീരത്തിൽ തൊട്ടാൽ കൈയെടുക്കടാ എന്ന് പറയാനുള്ള അവകാശം അവൾക്കില്ലേ? അവളങ്ങനെ പറഞ്ഞാൽ നീ അത്ര പതിവ്രതയാണോ, നീ അത്ര ശീലാവതിയാണോ എന്ന് ചോദിക്കുന്നത് ശരിയായൊരു സമീപനമാണോ എന്ന് രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ മനസ്സിലാക്കുക. ഇനി രാഹുൽ ഈശ്വറിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് സമയം പണ്ട് സംസാരിച്ചിട്ടുണ്ട്. ദിലീപ് വിഷയത്തിൽ അദ്ദേഹം അനുകൂലമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഞാനും അനുകൂലമായ നിലപാട് സ്വീകരിച്ചുള്ളതാണ്. കാരണം ദിലീപ് എൻ്റെ അറിവിൽ ഒരു പെൺകുട്ടിയെ നേരിട്ട് പീഡിപ്പിച്ചത് എനിക്കറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി പോലും പരാതി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരുന്നു ദിലീപിനെതിരെയുള്ള കേസെങ്കിൽ ഞാൻ ഒരിക്കലും ദിലീപിനെ ന്യായീകരിക്കത്തില്ല. ഞാൻ ദിലീപിനെ പൂർണ്ണമായും തള്ളിപ്പറയുകയും ആ പെൺകുട്ടിക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും ചെയ്യും. എൻ്റെ മുന്നിലേക്ക് എത്തിയ വിഷയം ദിലീപ് നേരിട്ട് പീഡിപ്പിച്ചു എന്നതല്ല, ഒരു ക്രിമിനൽ പറഞ്ഞിരിക്കുന്നു, ദിലീപ് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. ഇനി അങ്ങനെ ആണ് സത്യമെങ്കിൽ പോലും അതൊരു ബിസിനസ് പരമായിട്ടുള്ള ഒരു ശത്രുതയാണ്. അവിടെ ഒരു ആണ് പെണ്ണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതല്ല. അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരു ആണിനോട് തോന്നുന്ന അതേ ദേഷ്യം ദിലീപിനൊരു പക്ഷേ ഈ പെൺകുട്ടിയോട് തോന്നിയിട്ടുണ്ടാവാം എന്ന് മാത്രമേ എനിക്ക് ആ വിഷയത്തിൽ കാണാൻ പറ്റൂ. അല്ലാതെ ഒരു പെൺകുട്ടിയെ ദിലീപ് ഉപദ്രവിച്ചു എന്നത് എൻ്റെ മുന്നിൽ വന്നിട്ടില്ല. ഇനി ഞാൻ വെരി റോങ്, ഈ എന്താ പറയുക, റോങ് എന്ന് ഞാൻ പറയുന്നു. അഖിൽ മാരാരോട് ഈ ഒരു കാര്യത്തിൽ മാത്രം വളരെ ശക്തമായിട്ട് വിയോജിക്കുന്നു. ഒരാണ് നമ്മളോട് നിങ്ങൾ തെറ്റ് ചെയ്തു, മോന്തയ്ക്ക് 2 കൊടുത്തു, ഇനി ഒരു സ്ത്രീ ആ ഭാഗത്ത് തെറ്റല്ല. ഒരു ആണിനോട് നമുക്ക് ശത്രുത ഉണ്ട്, അതിന് എന്തെങ്കിലും 2 പിടിച്ചടിച്ചു അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവിച്ചു. അതുപോലെയല്ല ഒരു സ്ത്രീയോട് നമുക്ക് ശത്രുത തോന്നിയിട്ട് അവരെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുന്നത്, ഇത് തെറ്റ്. ഇവിടെ അഖിൽ മാരാർ ദയവ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് 100% ഇതിന് നാളെ മറ്റന്നാൾ ഈ വരും ദിവസങ്ങളിൽ അഖിലിന് ഉത്തരം പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഇത് അഖിൽ പറഞ്ഞിട്ടുള്ള കാര്യം പാളിപ്പോയി, 100% അത് പാളിപ്പോയി എന്ന് മാത്രം പറയുന്നു. പക്ഷെ അതിന് നിങ്ങൾ ഒരാളെ അടിക്കുക അതന്നെ പാടില്ല. ദേഷ്യം തോന്നി അടിച്ചു, എന്തുകൊണ്ട് ആ സ്ത്രീനെ അതുപോലെ ശാരീരികമായിട്ട് ഉപദ്രവിക്കട്ടെ, ഞാനങ്ങനെ ചെയ്യാൻ വേണ്ടി പറയല്ല. അത് റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു, അവിടെയാണ് സംഭവം. ഒരു സ്ത്രീയെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ, അതിനെ ഇയാൾ സപ്പോർട്ടും ചെയ്യണം. ഈ വിഷയത്തിലേക്ക് വരാം. രാഹുൽ ഈശ്വറിനോട് എൻ്റെ ചോദ്യം, അദ്ദേഹം നിരന്തരം വന്നിരുന്നിട്ട് ആർട്ടിക്കിളിൽ ഇത് ഞാൻ പറയാൻ കാരണം അറിയോ, എല്ലാ കേസിലും നമ്മൾ ഇവനെ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യുന്നില്ലുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നെക്സ്റ്റ് മൊമെൻറ്റിൽ ഈവൻ രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഒരാളുടെ നിലപാടുകളോ രാഷ്ട്രീയ ചായ്വോ പരിപാടിയോ കാര്യങ്ങളോ ഇതാണെന്ന് വെച്ചിട്ട് കംപ്ലീറ്റ് അയാളെ അടിച്ച് ആക്ഷേപിക്കുന്ന പരിപാടി എനിക്കില്ല. കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരത്തെക്കാട്ടിയും കൂടുതലും ഹണി റോസിൻ്റെ വസ്ത്രധാരണം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ഞാൻ അനുകൂലിക്കാം. ഹണി റോസിൻ്റെ വസ്ത്രധാരണം മോശമായിട്ടുള്ള വസ്ത്രധാരണമാണോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മോശത്തെയോ ശരിയെയോ വിലയിരുത്തുക എന്നുള്ളതല്ല. കുറച്ച് പേർക്കെങ്കിലും അയ്യേ എന്താ ഇത്, എന്തൊരു വൃത്തികേടാണിത് എന്ന് തോന്നിപ്പിക്കത്തക്ക വസ്ത്രധാരണം തന്നെയാണെന്ന് ഞാൻ പറയും. എന്നും കരുതിയിട്ട് ആ പെൺകുട്ടിയെ കയറി പിടിക്കാനോ ആ പെൺകുട്ടിയുടെ അടുത്ത് മോശം സംസാരിക്കാനോ ഈ രാജ്യത്ത് ആർക്കെങ്കിലും അവകാശമുണ്ടോ? അതവരുടെ ഇഷ്ടത്തിൽപ്പെടുന്നതാണ്. ഇനി സഭ്യത എന്നത് അതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു വന്നൊരു മാറ്റർ. ഇപ്പം ഇതേ രാഹുൽ ഈശ്വർ ഒരു വേശ്യാസ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ ബലാത്സംഗം ചെയ്യുന്നവനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പെൺകുട്ടി ഇന്നലകളിൽ കാശ് കൊടുത്ത് കിടന്നു കൊടുത്തിട്ടുള്ളവളല്ലേ, അതുകൊണ്ട് അവളെ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കണം, അവളത്ര ശീലാവതിയൊന്നുമല്ല, അതുകൊണ്ട് അവളിങ്ങനെ പീഡനത്തിന് ഇരയാവേണ്ടവളായിരുന്നു, അല്ലെങ്കിൽ പൊതുസമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ വേശ്യയല്ലേ, അവൾ പിഴയല്ലേ, അതുകൊണ്ട് ഈ പീഡിപ്പിച്ചവനെ നമുക്ക് തള്ളിപ്പറയാം. അതായത് ഈ പുള്ളിക്ക് എല്ലാ കാലത്തും ഈ 5-6 നിലപാടുകൾ കാണും, എല്ലാ വിഷയത്തിനകത്തും പുള്ളിക്ക് നിലപാടുകൾ കാണും. അപ്പം പുള്ളി ഒരു ഭാഗത്ത് ഇതും കൂടെ പറയുന്നത് സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. പിന്നെ രണ്ടാമത്തെ വിഷയം, ഈ സഭ്യത എന്നത് ആർട്ടിക്കിളുണ്ട് എന്ന് താങ്കൾ പറയുന്നു. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം? ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ഷർട്ടാണ്, ഇതിന് മേൽഭാഗത്ത് പറ്റില്ല, ഇത് ഇത്രയും തുറന്നു കിടക്കുന്ന ഈ ഷർട്ടാണ്, ഇത് ഞാൻ ഇട്ടേക്കുന്നത് സഭ്യതാപരമായിട്ടാണോ? അല്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ നമ്മളൊരാൾ മുണ്ടെടുത്തിട്ട് മടക്കി കുത്തി ഒരു പുരുഷൻ നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഷോർട്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സ്ലീവ്ലെസ് ആയിട്ടുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? കാരണം സാരി ഉടുത്താലും വയറ് കാണാമല്ലോ. അപ്പം സാരി എന്നത് സഭ്യതയുടെ മാനദണ്ഡത്തിൽ പെടുന്നതാണോ? ഈ സഭ്യത എന്നതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും മറച്ച പർദ്ദ പോലെയുള്ള വസ്ത്രങ്ങളാണോ?
എന്താണ് സഭ്യതയുടെ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിവരക്കേടെന്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് 2 പെൺകുട്ടികളാണ് വളർന്നു വരുന്നത്. എനിക്ക് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, മക്കളെ, രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ പ്രകാരം സഭ്യതയുടെ മാനദണ്ഡം, സഭ്യത വേണം നമ്മുടെ വസ്ത്രത്തിന്. അതെന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരിക. ഇതെന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമായ അഭിരുചികളോടും ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏതായാലും ഈ ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് കംപ്ലീറ്റ് മാരാർക്കെതിരാണ്. ഞാൻ നമ്മുടെ ഒരു കേസിൽ തുടക്കം തൊട്ടേ പറഞ്ഞ കാര്യം ഇത് മാത്രം പറയുന്നു. ഇയാൾ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്ത് ഡ്രസ്സാണിത്. അത് ഹണി റോസിൻ്റെ കേസിൽ മാത്രമല്ല, ബാക്കി പല ആൾക്കാരുടെ കേസിലും. പക്ഷേ ഇതൊന്നും ആ സ്ത്രീയെ കമൻ്റ് അടിക്കാനുള്ള അല്ലെങ്കിൽ മോശം പറയാനുള്ള ഒരു ലൈസൻസ് അല്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.